താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. തലയ്ക്ക് ക്ഷതമേറ്റ് 4 മാസം വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരിച്ചത്. കോഴിക്കോട് പുതുപ്പാടി സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികൾക്ക് 6 വർഷം കാത്തിരുന്ന് ലഭിച്ച കുഞ്ഞാണ് മരിച്ചത്. 24 ആണ് ചികിത്സാ പിഴവിൻ്റെ വാർത്ത പുറത്തുവിട്ടത്. അഭിജിത്ത് മുഴക്കുന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയുടെ? SKN, ഗുഡ് മോർണിംഗ്. വലിയ ദുരിതത്തിലൂടെയാണ് ഈ സ്ത്രീ കടന്നുപോകുന്നത്. കാരണം കുറേ വർഷം കാത്തിരുന്നതിനൊടുവിൽ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പുതുപ്പാടി സ്വദേശിയായ ബിന്ദു. പ്രസവവേദനയുമായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു. കൃത്യമായ പരിചരണം ലഭിക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. അതും ഉടുത്തിരുന്ന അടിവസ്ത്രം വലിച്ചു കെട്ടിയാണ് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത്. അങ്ങനെ ആ ഒരു രീതിയിൽ പോയതിനാൽ തന്നെ ശ്വാസം കിട്ടാതെ കുഞ്ഞ് വെന്റിലേറ്ററിലാകുന്നു. 4 മാസം വെന്റിലേറ്ററിൽ കിടന്നതിനൊടുവിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുഞ്ഞ് മരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു അന്വേഷണവും ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം DMOയ്ക്കും ഒപ്പം പോലീസിനും കൂടാതെ നിരവധി സ്ഥലങ്ങളിലേക്ക് ഈ ബിന്ദു പരാതിയുമായി എത്തിയിരുന്നു. പലരുടെ മുന്നിലും ഈ പരാതി നൽകിയിരുന്നു. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. പക്ഷേ കാര്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. നിലവിൽ ഇപ്പോൾ DMO ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഡീഷണൽ DMOയ്ക്കാണ് അന്വേഷണ ചുമതല. കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DMO നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ വടകര റൂറൽ SP-യെയും ബിന്ദു ഇന്ന് കാണുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യമാണ് ബിന്ദുവിന്റെ ആവശ്യം. മാത്രമല്ല, ബിന്ദു വലിയ ഒരു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ബിന്ദുവിനുള്ളത്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ചികിത്സാ ചെലവിനടക്കം വലിയ രീതിയിലുള്ള തുക ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ചിലവായിരുന്നു. നിലവിൽ ആ വാടക വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യവുമാണുള്ളത്. ഏതായാലും വലിയ ദുരിതത്തിലൂടെ കടന്നുപോകുന്ന ഈ ഒരു സ്ത്രീക്ക് കൃത്യമായ നീതി ഈ അധികാരികളിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്.